അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ശുദ്ധജലം ലഭിക്കുന്നത് ഈ വെള്ളമാണ്. പോലെ വെള്ളം വന്ന് വീട് നോക്കി. അയ്യോ ഈ പാറ നിൽക്ക് നോക്കി. ചുവന്ന പാറ നിങ്ങൾ ചേട്ടാ ഇതാണ്ട വെള്ളം വന്ന് വീണ് കൂടിയായിട്ടുള്ള നമുക്ക് പ്രതീക്ഷയില്ലാന്നുണ്ടെങ്കിലും നമ്മളെ കയറ്റിക്കൊണ്ടുകൊണ്ട് മോനെ വിഷയം സ്ഥലട്ടാ അങ്ങനെ എത്തിപ്പെടാനാ പ്രയാസം. എന്റെ പോലെ പാറ നിൽക്കും നോക്കി നിങ്ങള് നോക്കി ഇറങ്ങില്ലാന്നുണ്ടെങ്കിൽ പാറ ഡിസൈൻ കണ്ട എന്ത് ഭംഗിയാണ്. ഓൾറെഡി പാറ നല്ല വഴുക്കുള്ള പാറയാ. നോക്കിയേ എവിടുന്നൊക്കെ വെള്ളം വരുന്നേന്ന്. നമ്മളവിടെ കണ്ട വെള്ളച്ചാട്ടല്ലേ അതിന്റെ പീക്ക് ഇതിനൊരു ഗ്യാപ്പ് അതിന്റെ അപ്പുറത്ത് എന്റെ പോലെ വെള്ളം വന്ന് വീട് നോക്കി. അയ്യോ ഈ പാറ നിൽക്ക് നോക്കി നിങ്ങള്. അവിടെ ഒരു വെള്ളച്ചാട്ടം അവിടുന്ന് ഇങ്ങനെ ചാടി വന്നിട്ട് നോക്കി. ആ ഗ്യാപ്പിൽ വെള്ളം വീട് നോക്കി. ഇതില് വീട് നോക്കി. എന്താ പോലെ വീണ് കഴിഞ്ഞാൽ നോക്കിയേ ആത്മാവ് പോലും മുകളിലേക്ക് പോയില്ലെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാടാ ഫുള്ള് പാറടാ. നിങ്ങൾ അവിടുന്ന് വരണ നോക്കിയേ. ഇത് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഭംഗി നിങ്ങൾ ആലോചിച്ച്. ഇന്ത്യേനെ വരെ വെള്ളം വേറെ ഇപ്പുറത്തൂടെ ചാടുണ്ട്. ഇന്ത്യേനെ ചാടിയിട്ട് അവിടെ ചാടിയിട്ട് അങ്ങനെ ആ സ്റ്റെപ്പ് കൂടി അങ്ങനെ ഇറങ്ങി പോണ്ട്. ഫോൾസ് നോക്കി നിങ്ങൾ മോനെ ഒമ്മാരി വെള്ളച്ചാട്ടോ. ഇറങ്ങി കഴിഞ്ഞാൽ കയറാൻ പറ്റാണോ കണ്ടാ. അമ്മാരി താഴ്ച എന്ന് പറഞ്ഞാൽ അമ്മാരി താഴ്ച കേട്ടോ. നമ്മളാ അറ്റത്തുനിന്ന് നടന്നു വന്നത്. ക്യാമറയിൽ എത്രത്തോളം കാണിക്കുന്നത് എനിക്കറിയില്ല. മരമുറപ്പാ ഇവിടുത്തെ ചാടുന്നത് വരെ നോക്കി. ഇതാണ്ട വെള്ളം വന്ന് വീണ് കൂടിയായിട്ടുള്ള നമ്മൾ അതിൻ്റെ മുകളിൽ നിൽക്കണ്ടായിരുന്നാട്ടാ. ആ ഭാഗത്തോടെ വെള്ളം വരണത്. വഴിക്കൂടാ വെള്ളം കിടക്കണ്ട. പാറ നിൽക്ക് നോക്കി നിങ്ങള്. അതിങ്ങനെ വെള്ളം വരണട്ടാ. ചെത്തി പോലെ പാറ വെള്ളം ചേട്ടാ. അതുകൊണ്ട് പോവാൻ പറ്റായില്ല. പക്ഷെ നമ്മള് എടുക്കണില്ല, പോകണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം മാത്രം കണ്ടാൽ മതിയില്ലല്ലോ, മതിയല്ലോ. ചെറിയ വെള്ളച്ചാട്ടം മാത്രം കണ്ടാൽ പോരല്ലോ. ഇനി കുറെ കാഴ്ചകൾ കാണാനുള്ള. അതുകൊണ്ട് നമ്മള് ആ പദ്ധതി കാണാതെ വെച്ചു. ഈ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീന താഴ്ച പോകും. ഫുള്ള് കാപ്പിക്കുറു, കുരുമുളക്
കവുങ്ങ്. ഇത് മുരുക്കാട്ടാ. നന്നായനെ. വെള്ളച്ചാട്ടം മുളകി ജനി വരുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോടും വരുന്നുണ്ട്. ജനിങ്ങനെ ചാടി ചാടി നേരെ അങ്ങോട്ട് പോയി. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്നിട്ട് അറിയോ? ഇവിടുത്തെ പാറകളാ. പിന്നെയും ഗ്രിപ്പുണ്ട് കേട്ടോ. കാല് വെച്ച് ഇറങ്ങണമെന്ന് മാത്രം. ഉണ്ട് ചെത്തുപാറേ ഗ്രിപ്പുണ്ട്. വീണ ഞാൻ സീന. ഇനി പുല്ലുള്ള ഭാഗത്ത് ചവിട്ടി കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് ഗ്രിപ്പ് കിട്ടും. ഇവര് വെള്ളച്ചാട്ടാ. ആ പാറ കണ്ട. ഈ പാറ നോക്കി നേരെ അങ്ങോട്ട് പോയിട്ട് ഇതെന്താ പ്രശ്നം അറിയാം? നമ്മളിതിൽ ചാടി കുളിക്കാൻ പറ്റില്ല. ആ താഴത്തെ വെള്ളച്ചാട്ടാ ചെറുതാ. ചാടി കുളിക്കാൻ പറ്റില്ല. ഈ പാറയുടെ ഈ ഗ്യാപ്പിൽ പോയിട്ട് നമ്മൾ കാല് കുടിച്ചിട്ട് ചിലപ്പോൾ അപകടം ഉണ്ടാവാൻ ചാൻസ് ഉള്ള. ചുവന്ന പാറ. പാറ നിങ്ങൾ ഫുള്ള് ചുവന്ന നിറ. അവിടെ കണ്ട പാറയ്ക്ക് വേറെ നിറ. വന്നു പോയി കേട്ടത് നാട്ടിൽ. ഇങ്ങനെ സത്യം പറഞ്ഞ വഴി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആടുങ്ങളെ വീട്ടില് പോലെ മഴ പെയ്ത് തുടങ്ങി. അല്ലെങ്കിൽ എന്നെ വഴിക്കിട്ട് നടക്കാൻ പറ്റില്ലേ? നമ്മളെ വന്ന വഴി മൊത്തം ഇനി കുറെ സ്ഥലം ഇറക്കാട്ടോ. കാണുന്നുണ്ടാവും മോളെന്ന്. അയ്യോ നമ്മളതിനെ വന്നത്. വീട് കഴിഞ്ഞ് താഴത്തോളം ഉണ്ടായില്ലേ എത്തും. മോനെ ചെക്കൻ സീനാട്ടാ. അൺബിലീവബിൾ. നമുക്ക് പ്രതീക്ഷയില്ലാന്നുണ്ടെങ്കിലും നമ്മളെ കയറ്റിക്കൊണ്ടുകൊണ്ട് ഇറക്കം വന്നു കഴിഞ്ഞാലാണ് ശ്രദ്ധിച്ചിറക്കേണ്ടത്. ഒരു ആവറേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി പിന്നെ വണ്ടിക്ക് വിട്ട് കൊടുക്കാൻ നല്ലത്. ആ നോക്കിക്കോളൂ. സംഭവം പറഞ്ഞ് 3 കിലോമീറ്റർ ഉള്ളൂ. 3 കിലോമീറ്റർ. ഇത് വേനൽക്കാലത്ത് വരുമ്പോൾ നല്ല സുഖാട്ടോ. ഇത്ര പ്രശ്നമില്ല. എന്താ കേസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ഡ്രൈ ആയി കിടക്കല്ലേ. ഈസിയായിട്ട് വണ്ടി കയറി പോവും. ഇറക്കം നോക്കി നമ്മൾ ക്യാമറയിൽ എത്രത്തോളം ഇത് കാണിക്കേണ്ടത് എനിക്കറിയില്ലേ. ഈ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മളെത്ര നേരം വെള്ളച്ചാട്ടൊക്കെ ഏതാണെന്നറിയോ? ശിരുവാണി വെള്ളാട്ടത്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ശുദ്ധജലം ലഭിക്കുന്നത് ഈ വെള്ളാട്ടം. അതാണ് ഏറ്റവും നല്ല ശുദ്ധജലം എന്ന് പറയുന്നത് ശിരുവാണി. ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. ശിരുവാണി വെള്ളം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ശുദ്ധമായ ജലം എന്ന് പറയണത്. ഇവിടെ ഇറങ്ങി കുളിക്കട്ടോ. ഇവിടെ താഴ്ചയിൽ പക്ഷെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇറങ്ങി കുളിക്കാനോ സോപ്പ് അലക്ക് വണ്ടികൾ കഴുകണ വക ലൊട്ടിലുണ്ടാക്കുന്ന പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ വെള്ളം നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട് കുടിവെള്ള ക്ഷാമമുള്ള കാലം വരെ. ആള് കുടിവെള്ള ക്ഷാമം തന്നെയാണുള്ളത്. വെള്ളം രക്ഷിച്ചേട്ടാ നല്ല രസമായി വെള്ളം കാണാം. ഞാൻ മോളൊന്ന് കുടിച്ചു. നല്ല ടേസ്റ്റുള്ള വെള്ളം. ഒരു വേറൊരു ഇത് അതായത് നമ്മൾ സാധാരണ കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ കുളത്തുനിന്ന് എടുത്ത് വെള്ളം അങ്ങനത്തെ വെള്ളമല്ല. ഇത് ശിരുവാണിയാന്ന് വെള്ളമെന്ന് എനിക്ക് അറിയണമെന്നില്ല.
നമ്മൾ നിന്നതിൻ്റെ മുകളിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ ഇന്നാൾ വരാൻ നോക്കി അവിടെ കോൺക്രീറ്റ് വന്നിട്ട് കാരണം നമുക്ക് വരാൻ പറ്റില്ല. അത് ഷോർട്ട് കട്ടും കിട്ടും. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വഴിയുണ്ട് ശരിക്ക്. നല്ല തണവാട്ടാ, രക്ഷയില്ലേ. ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ശുദ്ധജലം എന്ന് പറയുന്നത് ഈ വെള്ളം എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റൂ. ശരിക്കും പറഞ്ഞ പുഴ ഒരു ഭംഗി തന്നെയാട്ടാ, ഒരു പ്രത്യേക ഭംഗിയാ പുഴ. ഇത് രസമാണ്.